നിക്കണ കാട്ടുപന്നി ഉപദ്രവിച്ച സാധനം. ഇതിന് കൊമ്പൊന്നുമില്ലല്ലോ കാട്ടുപന്നിക്ക്. നിക്കണ കാട്ടുപോത്തുകള്. എന്റെ അമ്മ. ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് അതിരപ്പള്ളിക്ക് പോകാൻ പോവാണ്. കൂടെ അമ്മയുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം അതിരപ്പള്ളിക്ക് 49 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 1.5 മണിക്കൂർ എന്തായാലും എടുക്കും. അമ്മ ഏകദേശം അതിരപ്പള്ളിക്ക് പോയിട്ട് കുറെ കൊല്ലായി തോന്നുന്നു. നമ്മളും പോയിട്ട് ഏകദേശം 2 കൊല്ലായി നമ്മൾ പോയിട്ട്. അതിന് ശേഷമല്ലേ പിന്നെ കൊറോണയും ലോക്ക്ഡൌൺ ഒക്കെ വന്നു. അമ്മ എപ്പോ പോയത്? കഴിഞ്ഞല്ല, 2 കൊല്ലായിട്ട് ലോക്ക്ഡൌൺ ആയിട്ട്. അമ്മക്ക് ഓർമ്മയൊന്നും ഇല്ല. എനിക്ക് വന്നൊരു 4 കൊല്ലമായിട്ടുണ്ടാവും അതിരപ്പള്ളി കണ്ടിട്ട്. നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുഴൂര് ശരിക്കും ഒരു ഗ്രാമം തന്നെയായിട്ടാ. ഫുള്ള് പച്ചപ്പാണ്. എങ്ങ് നോക്കിക്കഴിഞ്ഞാലും. അതിപ്പോ നമ്മള് വേനൽ സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും എല്ലാം ഫുള്ള് പച്ചപ്പാണ്. ചെറിയ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ വീടുകളും അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തും കൃഷിയാണ് ഇവർക്ക് മെയിനായിട്ട്. അപ്പൊ വീടുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ വീടിന്റെ പുറവശത്തൊക്കെ ഇങ്ങനെ ഫുള്ള് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങ് നോക്കിക്കഴിഞ്ഞാല് ഫുള്ള് ഗ്രീനറിയാണ്. സാധാരണ നാട്ടിൽ വന്നു കഴിഞ്ഞാല് വണ്ടിയൊന്നും അങ്ങനെ റെന്റിനൊന്നും എടുക്കുകയില്ല. കാറ് പ്രത്യേകിച്ച് നമ്മൾ എടുക്കുകയില്ല. വല്ലപ്പോഴും അമ്മയൊക്കെ എവിടെയെങ്കിലും പോവാണെങ്കിൽ മാത്രം നമ്മൾ വണ്ടി എടുക്കുള്ളൂ. അത് നമുക്ക് മറ്റേ ഗിയറുള്ള വണ്ടികളൊന്നും നമുക്ക് 2 ഓടിക്കല് നടക്കില്ല. ഓട്ടോമാറ്റിക് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ അബുദാബിയിൽ ഓട്ടോമാറ്റിക് ഓടിച്ചടന്നുകൊണ്ട് കഴിഞ്ഞാൽ അതേ നമുക്ക് പ്രാക്ടീസ് ഉള്ളൂ. അപ്പൊ ഇപ്രാവശ്യം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ആക്റ്റീവ് കൊണ്ട് തന്നെ പോകുന്ന വെച്ചാൽ പിന്നെ അമ്മേനെയും കൊണ്ട് എവിടെയെങ്കിലും പോകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു വണ്ടി റെന്റിനെടുത്ത് നമ്മുടെ സുഹൃത്ത് വഴി ശരിയാക്കി തന്നെയാണ്. പുതിയ മോഡൽ സാൻഡ്ര തന്നെയാണ്. അപ്പൊ അതാണ് മൂപ്പർ ഇങ്ങനെ എന്താ പറയുക നല്ല കൂളായിട്ട് ഇപ്പൊ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ റോഡിലെ ബുദ്ധിമുട്ടുകൾ ഒഴികെ വേറെ കുഴപ്പമൊന്നുമില്ല. ഓടിക്കുക നല്ല സുഖമാണ്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ പറയണല്ലോ, റിസ്ക് ഒന്നുമില്ലല്ലോ നമുക്ക് ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിന്. നമ്മളങ്ങനെ ചാലക്കുടി ടൗണും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ അതിരപ്പള്ളി റോഡിലേക്ക് കയറി. അതിരപ്പള്ളിയിലൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ബോർഡുകളൊക്കെ കാണാൻ സാധിക്കും. അതായത് വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതേപോലെ തന്നെ ഫീഡ് ചെയ്യരുത് ഇവിടുത്തെ മൃഗങ്ങളിൽ നിന്നും, പിന്നെ വേസ്റ്റ് ഒന്നും വലിച്ചെറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മൃഗങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് പോയിട്ട് വണ്ടി നിർത്താനോ ഒന്നും കൊടുക്കാനൊന്നും പാടില്ല. അതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് അതേപോലെ തന്നെ തുമ്പൂർമൊഴി ഡാമൊക്കെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ തുമ്പൂർമൊഴി ഹാങ്ങിങ് ബ്രിഡ്ജ്, പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ. നമുക്കിപ്പോ സമയമില്ലാത്തതിന്റെ പേരിൽ നമ്മളിപ്പോ ബട്ടർഫ്ലൈ ഗാർഡനും തുമ്പൂർമൊഴി ഡാമും നമ്മൾ കയറിയിട്ടില്ല. ഇപ്പൊ തന്നെ സമയം 2:30. പിന്നെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾസിൽ എത്തുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. നമ്മൾ അതിരപ്പള്ളിയിലേക്ക് വരുന്ന സമയത്ത് റോഡിന്റെ സൈഡിലായിട്ട് ഒരുപാട് മറ്റേ എണ്ണപ്പനകൾ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്നാണ് ശരിക്കും പാം ഓയിലും സംഭവങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മളിവിടെ അതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ അടുത്ത് എത്തി. കറക്റ്റ് ടൈം ഇവിടെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്ത്. അരമണിക്കൂർ മഴ തോരാൻ വേണ്ടി കാത്തിരുന്നു. ഒരു ഫസ്റ്റത്തെ വ്യൂ പോയിന്റ് കണ്ടു. ഒരു രക്ഷയില്ല കേട്ടാ. എന്ത് ഭംഗിയെന്ന് അറിയാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. ശരിക്കും നമ്മളെ പാല്
എന്താ പറയണ്ടോ, പാലിങ്ങനെ പതഞ്ഞിട്ട് വരില്ല, അതേപോലെ ഉണ്ട് കാണാൻ ദൂരത്ത് കാണുമ്പോ. എന്ത് രസം എന്നറിയോ. അത് ഒറിജിനലാ. എന്തിട്ട് സാധനം അത് അവിടെ കണ്ടോ ഒരു സാധനത്തിന്? എന്റെ പൊന്നോ, ആന്റെ പോലത്തെ വലിയൊരു സാധനം. എന്തല്ലേ, നല്ല സൈസ് ഉണ്ടല്ലോ. നമ്മൾ ഈ റോഡിലേക്ക് കൂടി നടന്നു വരുമ്പോൾ ഇവിടെ കണ്ടോ കാട് കണ്ടോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു മ്ലാവാൻ തോന്നുന്നു, ഒരു വലിയ കൊമ്പൊക്കെ ആയിട്ടുള്ളൊരു സാധനം. വാലൊന്നുമില്ല അതിന്. ഞാൻ ആരുടെയൊക്കെയല്ലോ വീഡിയോയിലോ എവിടെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, മ്ലാവൻ ഞാൻ തോന്നുന്നു. പിന്നെ അതിങ്ങനെ നിൽക്കുകയാണ്. ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് വെച്ച് പ്രതിമയെന്ന് ചോദിച്ചു, പിന്നെ ഞാൻ നോക്കുമ്പോൾ വയ്ക്കുന്നത് അത് ഒറിജിനലാണ് സാധനം എന്ന്. അതിങ്ങനെ നിൽക്കുകയാണ്. കുറേ ആൾക്കാർ വരുന്ന വഴിക്ക് ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അതിങ്ങനെ പ്രതിമ വെച്ച പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നാണെങ്കിൽ മുകളിലോട്ട് കുറച്ചും കൂടെ മാറിയിരുന്നു. ആ നിന്ന നിപ്പിലാണ് നിന്നിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കുകയാണ് ആ സാധനം. ശരിക്കും നല്ല ക്യാമറയൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് അതിൻ്റെ വീഡിയോസ് കിട്ടിയാണ്. നമ്മൾ ഈ മൊബൈലല്ല. പിന്നെ അത് മാത്രമല്ല, മഴ പെയ്തിട്ട് ഇപ്പോൾ ഫുൾ ഇരുടായില്ലേ, അപ്പോൾ ഫുൾ എന്താ പറയുക ഒരു ബ്ലാക്ക് അടിച്ച പോലെയാണ് ഉള്ളത്. ഇവിടുത്തെ കടകളൊക്കെ അടച്ചിട്ടിട്ടല്ല, അല്ലെങ്കിൽ ഇഷ്ടംപോലെ കടകളുണ്ടാവും ഇവിടെയൊക്കെ. ഇവിടെ അതിരപ്പള്ളി നമ്മൾ വാട്ടർഫോൾസിലേക്ക് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ബസ് സർവീസൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ടൈമിംഗാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ അവർ ടിക്കറ്റ് കൊടുക്കുന്നില്ല. നമുക്ക് മെയിൻ ആ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ അവിടെ പോകാൻ. കാരണം മലയിടിച്ചിലും പിന്നെ അതേപോലെ തന്നെ ഫ്ലഡും വെള്ളപ്പൊക്കവും എല്ലാത്തിനുള്ള സാധ്യതയുള്ളതുകൊണ്ട് അവർ പറഞ്ഞു താഴോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ വരുന്ന വണ്ടികളൊക്കെ അവിടെ നിന്ന് തന്നെ അവർ തിരിച്ചു വിടുകയാണ്. പാർക്കിങ്ങിൽ ഇറങ്ങിയിട്ട് അവർ പറഞ്ഞു നടന്നിട്ട് പോകണം, അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഏകദേശം നമുക്ക് ആ ഒരു വ്യൂ പോയിന്റ് വരെ നമുക്ക് പോകും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അതിരപ്പള്ളി വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ അന്ന് മഴയും പ്രശ്നങ്ങളായത് കാരണം നമ്മൾ പകുതി അവിടെ വ്യൂ പോയിന്റിൽ വന്നിട്ട് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇനിയിപ്പോൾ വന്നപ്പോൾ കുഴപ്പമില്ല കേട്ടോ, മഴയൊക്കെ ഒന്ന് ഒതുങ്ങി ഇപ്പോൾ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുത്തു. ഞാനും അരുണേട്ടനുള്ളത് 100 രൂപയാണ് രണ്ടുപേർക്കും കൂടി ചാർജ് ഈടാക്കിയത്. വണ്ടിയുടെ ചാർജും നമ്മുടെ എൻട്രി ഫീസും കൂടിയിട്ട് പെർ പേഴ്സൺ 40 രൂപ കേട്ടോ ചാർജ് ഈടാക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ക്യാമറകളൊക്കെ കൊണ്ടുവരാണെങ്കിൽ അതിന് ഡിഫറൻറ്റ് ചാർജാണ്. അതിനവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. നമുക്ക് നടന്നു പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കുരങ്ങിനൊക്കെ കാണാൻ പറ്റും. നമ്മൾ അവർക്കൊന്നും ഭക്ഷണം കൊടുക്കരുത് കേട്ടോ, അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു കാരണവശാലും വീട്ടുകൾക്കൊന്നും കൊടുക്കരുത് എന്നുള്ളത്. നടന്നു പോകുന്ന വഴിക്ക് ഇത് കണ്ടോ കുടിവെള്ളത്തിൻ്റെ സ്റ്റേഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നടന്ന് ഇതേ വാട്ടർഫോൾ എത്താറായി. അവിടെയും നമുക്കൊരു പോയിന്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് വലത് തിരിഞ്ഞ് നമ്മൾ പോകുമ്പോഴും നമുക്ക് വാട്ടർഫോളിൻ്റെ താഴത്തേക്ക് എത്താം. ഇവിടെ ഓൾറെഡി കുറേ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ വെള്ളച്ചാട്ടം താഴേക്കുള്ള വഴിന്ന്. നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ താഴത്തേക്കുള്ള വഴി ഇത് കണ്ടോ ഇവിടെ ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് താഴേക്ക് പോകണമെങ്കിൽ 5 മണി വരെ അങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിയൊക്കെ നല്ല കല്ലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും അത്ര സ്റ്റേബിളൊന്നുമല്ല. നടക്കുമ്പോൾ ശ്രദ്ധിച്ചാണെന്നില്ലെങ്കിൽ ചിലപ്പം താഴെ എത്തും.
നമ്മള് അതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ വന്നു കഴിഞ്ഞാല് താഴെ വരെ വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടാ. കുറച്ച് ദൂരം നടക്കണം, ഒരു 1/2 കിലോമീറ്റർ. പക്ഷെ നടന്നു കഴിഞ്ഞാലും താഴത്തെ അടിപൊളി കാഴ്ചയാണ്. നടന്നു വരുമ്പോ ഞാൻ കരുതി അയ്യോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാൻ, അത്ര ഇതില്ല. പക്ഷെ താഴത്തെ എത്തിയപ്പോഴത്തേക്കും കാഴ്ച അടിപൊളിയാണ്. ആസ്വദിച്ചിരിക്കണം, എങ്ങനെ കുറച്ചു നേരം ആസ്വദിച്ച് അവിടെ ഇരിക്കാം, സമയം കണ്ടെത്തി വരണം, അല്ലെങ്കിൽ നഷ്ടമായി പോകും. അതന്നെ. നമ്മളങ്ങനെ താഴത്ത് പോയിട്ട് ആ വാട്ടർഫാൾസിന്റെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വീണ്ടും നമ്മളുടെ മുകളിലെത്തി. മുകളിൽ നിന്നുള്ള വ്യൂവും കൂടി ഒന്ന് കാണിച്ചു തരാം. നമ്മള് പണ്ടെല്ലാം അതിരപ്പള്ളിക്ക്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന സമയത്ത് നമുക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഹണിമൂണിന് നമ്മൾ ഇവിടെ വന്നത്, ആ സമയത്തൊക്കെ നമുക്ക് വെള്ളത്തിലിറങ്ങി ഫോട്ടോ എടുക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തന്നെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഫുൾ അവർ കയറി ഇട്ട് വെച്ചിരിക്കട്ടെ, നമുക്ക് ഒരു രക്ഷയില്ല വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ട്. താഴത്ത് നമ്മൾ വാട്ടർഫോൾസിൽ പോയില്ലേ, അവിടെയും അതേപോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്, പിന്നെ എല്ലാ സ്ഥലത്തും റോപ്പൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ സുരക്ഷിത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിനാണെങ്കിൽ ടോയ്ലറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സെപ്പറേറ്റ്. നമ്മളങ്ങനെ അതിരപ്പള്ളി വാട്ടർഫാൾസിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ്. ഇനിയിപ്പോ നമ്മുടെ അതിരപ്പള്ളിയിലൊക്കെ കണ്ടിട്ട് നമ്മൾ ഇനിയിപ്പോ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വാഴച്ചാല്, പിന്നെ മലക്കപ്പാറ, വാൽപ്പാറ, കസേരപ്പാറ, അങ്ങനെ അവിടേക്കുള്ള കാഴ്ചകളായിട്ട് പോയി കാണാനാണ് വിചാരിക്കുന്നത്. പിന്നെ വാഴച്ചാല് ചെക്ക് പോസ്റ്റ് പോയി കഴിഞ്ഞാൽ അറിയാം അങ്ങോട്ടേക്കുള്ള എൻട്രി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്.